UDF വിപുലീകരിക്കുമ്പോൾ അതിൽ കേരള കോൺഗ്രസ് എമ്മിനെ നോക്കേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആ മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസിനെ പുറത്താക്കിയതാണ്. LDFിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇപ്പോഴില്ല. നിലമ്പൂരിൽ LDFിന്റെ വിജയം ഉറപ്പാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. UDF കേരള കോൺഗ്രസിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എന്തുകൊണ്ട് കേരള കോൺഗ്രസ് എം UDFിന്റെ ഭാഗമല്ലാതായി എന്നത് അവർ മറക്കരുത്. ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഇന്ന് UDFിൻ്റെ ഭാഗമല്ലാതായി തീർന്നത്? അതാണല്ലോ കാണേണ്ടതായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ നിലപാടുകൾക്കൊപ്പം നിന്നൊരു പാർട്ടിയാണ്. ഏതാണ്ട് 40 വർഷക്കാലത്തോളം UDFിൻ്റെ ഭാഗമായി തുടരുമ്പോഴും KM മാണി എടുത്ത രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ അപ്രകാരം സ്വീകരിച്ചൊരു പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഈ പാർട്ടിയെ ഈ മുന്നണിയിൽ വേണ്ട എന്ന് നിശ്ചയിച്ചതാരാ? അതാണല്ലോ കാണേണ്ടത്. ഈ പാർട്ടി തീർന്നു പോകുന്നൊരു പക്ഷേ കരുതി കാണും. പക്ഷേ ഈ പാർട്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയ ഒരു സമൂഹമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെടുത്ത സ്വീകാര്യത, ഞങ്ങൾ അവരുമായി നടത്തിയ ചർച്ചകളൊക്കെ കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിൽക്കുന്നിടത്ത് എല്ലാ കാലത്തും നീതി പുലർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എം. രാഷ്ട്രീയ നയത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. ഞങ്ങൾ എവിടെയായിരുന്നോ നിൽക്കുന്നവർക്ക് നീതി പുലർത്താനും സമീപസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്ന് എക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് നിലപാടിൽ അടിയുറച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു സ്ഥിതിയും കേരള കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല. നിലമ്പൂരിൽ LDF മികച്ച വിജയം നേടും. ഈ തെരഞ്ഞെടുപ്പ് തന്നെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് നിലമ്പൂർ ജനത ചിന്തിക്കുന്നത്. നിലമ്പൂരിലെ മാറ്റം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. LDFിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. LDF സർക്കാരിന്റെ നയങ്ങളെ ജനങ്ങൾ നല്ലതുപോലെ സ്വീകരിച്ചിട്ടുണ്ട്. വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.